പണ്ഡിത ലോകത്തിന് ഇസ്മുൽ അഅ്ളം അതേതാണ് എന്നത് പണ്ഡിത ലോകം ഒന്നിലധികം അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാം. പ്രബലമായ അഭിപ്രായം അല്ലാഹു എന്ന ആ ഇസ്മാണ് ഇസ്മുൽ അഅ്ളം എന്ന് പറഞ്ഞാൽ. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ഹദീസിൽ വന്ന ആയത്തിൽ വന്ന വിശദീകരണത്തിൽ നിന്ന് അവരൊരു വിഷയം പറയുന്നത് അൽ ഹയ്യു അൽ ഖയ്യൂം എന്നതാണ് ഇസ്മുൽ അഅ്ളം എന്നതാണ്. വേറെ ചില പണ്ഡിതന്മാർ അർ റഹ്മാൻ അർ റഹീം അതാണ് ഇസ്മുൽ അഅ്ളം എന്ന് പറയും. എങ്കിലും പ്രബലമായ അഭിപ്രായ പ്രകാരം ഇസ്മുൽ അഅ്ളം എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മാൻ. അല്ലാഹു എന്ന് പറഞ്ഞാൽ ആ പദം ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? ഇലാഹ് എന്ന അഥവാ ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിനുള്ള ഇലാഹ് എന്ന അറബി പദത്തിൽ അൽ എന്ന അവ്യയം ചേർത്തിട്ട് അല്ലാഹ് എന്ന പറയപ്പെടുന്നത്. അല്ലാഹ് എന്നാൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് മൊത്തത്തിൽ അതിന് പറയും സാക്ഷാൽ ആരാധ്യൻ. അല്ലാഹ് എന്ന ആ നാമത്തിന്റെ അർത്ഥം സാക്ഷാൽ ആരാധ്യൻ എന്നാണ്. അപ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ, മനുഷ്യന്റെ ഹൃദയത്തിലെ ഭയവും അതുപോലെ തന്നെ സ്നേഹവും ഇഷ്ടവും ആഗ്രഹവും എല്ലാം ഏതൊരാളിലേക്കാണോ തിരിക്കപ്പെടുന്നത് ആ ആരാധ്യനായവനെ കുറിച്ചാണ് അല്ലാഹ് എന്ന പദം ഉപയോഗിക്കപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അല്ലാഹു ആരാണ്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് പറഞ്ഞു, സിഫ് ലനാ ഇലാഹക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ നിന്റെ ഇലാഹ് ആരാണ് എന്ന്, നിന്റെ ആരാധ്യൻ ആരാണ് എന്ന് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നാൽ. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറ അൽ ഇഖ്ലാസ് അവതരിക്കുന്നത് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, അള്ളാഹ് ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരധ്യായമാണ്. ഖുൽ നബിയെ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? ഹുവ കാര്യം, അല്ലാഹു അല്ലാഹു ആകുന്നത്, അഹദ് അവൻ ഏകനാകുന്നു, അല്ലാഹു സ്വമദ് അല്ലാഹു ആശ്രയരഹിതനാകുന്നു, എല്ലാവരും അവനെ ആശ്രയിക്കുന്നു, ലം യലിദ് വലം യൂലദ് അവൻ പിതാവോ പുത്രനോ അല്ല, ആരുടെയെങ്കിലും മകനായി ജനിച്ചവനോ ആരുടെയെങ്കിലും പിതാവോ അല്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് തുല്യമായി ഒരാളുമില്ല. ഈ വിശേഷണങ്ങളൊക്കെ ഒത്തിണങ്ങിയ ദാത്തിന്റെ ഉടമ ആരാണോ ആ ഉടമക്ക് വിളിക്കപ്പെടുന്ന പേരാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് പഠിപ്പിക്കപ്പെട്ട എല്ലാ ദിക്റുകളിലും, അത് ഹൗഖലത്താവട്ടെ, അത് ബസ്മലത്താവട്ടെ, അത് തസ്മിയത്താവട്ടെ, അത് ഇസ്തിർജാ ആവട്ടെ, അത് തസ്ബീഹാവട്ടെ, തഹ്ലീലാവട്ടെ, തഹ്മീദാവട്ടെ, തക്ബീറാവട്ടെ, ഏതാണെങ്കിലും ഏത് ദിക്റുകളിലും അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മു ചേർത്തുകൊണ്ടാണ് അല്ലാഹു അത് പഠിപ്പിച്ചത്. നമ്മളൊക്കെ സാധാരണ പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ അല്ലാഹുവിന്റെ നാമം ബസ്മലത്ത് എന്നതിന് പറയാം. ബിസ്മില്ല ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിന്റെ പേരുച്ചരിക്കണം. സമ്മില്ല എന്ന് പറഞ്ഞാൽ ബിസ്മില്ല എന്നാ പറയാം, തസ്മിയത്ത്. അതുപോലെ തന്നെയാണ് ഹൗഖലത്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഹൗഖലത്ത്. അതുപോലെ തന്നെയാണ് ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ,
എന്നത്. അതുപോലെ തന്നെയാണ് തസ്ബീഹ് സുബ്ഹാനല്ലാഹ്, തക്ബീർ അല്ലാഹു അക്ബർ, തഹ്മീദ് അൽഹംദുലില്ലാഹ്. ഇങ്ങനെ എല്ലാ ദിക്റുകളിലും അല്ലാഹുവിന്റെ ഈ ഇസ്മുൽ അഅ്ലം ചേർത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറ അൽ ഇഖ്ലാസ്. രണ്ട്, അല്ലാഹു ആരാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാൻ സൂറത്ത് ബഖറ 2-ാം അധ്യായം 255-ാമത്തെ വചനം. അല്ലാഹു, അല്ലാഹു ആകുന്നത് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. ആ അല്ലാഹു ആരാണ്? അൽ ഹയ്യു അൽ ഖയ്യൂം. വിശദീകരിക്കേണ്ടുന്ന നമ്മുടെ വിശദീകരണത്തിൽ വരുന്ന ഓരോ നാമങ്ങളുമാണ്. അൽ ഹയ്യ്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനതുൻ വലാ നൗം. ലാ തഖുദുഹു, അവനെ പിടികൂടുന്നതല്ല. സിനതുൻ വലാ നൗം, മറവിയോ തൂക്കിയുറക്കമോ ഉറക്കമോ മയക്കമോ അല്ലാഹുവിനെ ബാധിക്കുന്നതേ അല്ല. അങ്ങനെയുള്ളവൻ ആരാണോ അവനാണ് ആരാധ്യനായ അല്ലാഹ്. അല്ലാഹുവിനെ അല്ലാഹു പരിചയപ്പെടുത്തി തരുകയാണ്. ആരാണ് അല്ലാഹു എന്ന് ചോദിച്ചാൽ ഉത്തരം അതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയിൽ വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. മറ്റൊരായത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാ 4-ാം അധ്യായം അതിന്റെ 171-ാമത്തെ വചനം. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ് സുബ്ഹാനഹു. ഇന്നമല്ലാഹ്, തീർച്ചയായും അല്ലാഹു, ഇലാഹുൻ വാഹിദുൻ, ഏകനായ ആരാധ്യനാകുന്നു. അതാണ്, അവൻ മാത്രമാകുന്നു അല്ലാഹു. സുബ്ഹാനഹു, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ഇനി അല്ലാഹു പഠിപ്പിച്ചിരുകയാണ്. അല്ലാഹു ആരാണ്? ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് ഫീ 6 അയ്യാം. സൂറത്ത് ആറാഫിന്റെ 54-ാമത്തെ ആയത്ത്. ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ്, അല്ലദീ, ഒരുവനാണ്, ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ്. ഫീ 6 അയ്യാം, 6 ദിവസങ്ങളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മുള്ള ആ ദാത്ത് ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന്, ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അതുകൊണ്ട് പറയാൻ ആവശ്യപ്പെടുകയാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നിസ്കാരം, വനുസുകി, എന്റെ മറ്റ് ആരാധനകളും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു എന്റെ എല്ലാ ആരാധനകളും. അപ്പൊ ആരാധനകൾ മുഴുവനും ഈ അല്ലാഹുവിലേക്ക് മാത്രമേ തിരിക്കാവൂ. അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മ പഠിക്കുന്ന ഒരു മനുഷ്യന്, അല്ലാഹു ആരെന്ന് ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യന്, അവന്റെ ജീവിതത്തിൽ അവൻ ആരാധിക്കുന്ന ഒരു ആരാധനയും അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ പറ്റില്ല. കാരണം അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ അർത്ഥം ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ എന്നാണ്, സാക്ഷാൽ ആരാധ്യൻ എന്നാണ്. അപ്പൊ മനുഷ്യന്റെ എല്ലാ തേട്ടങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ. അപ്പൊ ഇസ്തിഗാസയാവട്ടെ, ഇസ്തിആദത്താവട്ടെ, ഇസ്തിആനത്താവട്ടെ,
അങ്ങനെ സഹായം തേട്ടത്തിന്റെ ഏതൊക്കെ മേഖലകളാവട്ടെ അതെല്ലാം അള്ളാഹുവിന് മാത്രമാണ്. ആ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് മാത്രമാണ്. ജലാലത്തിന്റെ ഇസ്മ കൊണ്ട് അലങ്കരിക്കപ്പെട്ട നാത്തിന്റെ ഉടമ ആരാണോ ആ അള്ളാഹുവിന് മാത്രമാകുന്നു. അതിങ്ങനെ കൃത്യമാക്കി ഉറപ്പിക്കണം. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഇത് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കഷ്ടനഷ്ടത്തിനോ പ്രയാസത്തിനോ അല്ലാഹ് എന്നല്ലാതെ വേറൊന്നും പറയില്ല. അല്ലാഹ് എന്ന ചിന്തയല്ലാതെ, എന്ന ഒരു പ്രഖ്യാപനമല്ലാതെ അവന്റെ മനസ്സിൽ നിന്ന് വരില്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും കൂടി യാത്ര ചെയ്തു വരികയാണ്. വരുന്ന വഴിയിൽ ക്ഷീണം കൊണ്ട് അവരെല്ലാവരും ഒരു സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ സഹാബികളും ഓരോ മരത്തണലിലേക്ക് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ തണലുള്ള ഒരു വൃക്ഷം അവർ ഉപേക്ഷിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് കിടന്നു. അവിടുത്തെ വാളിങ്ങനെ ആ മരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ശത്രു വന്ന് ആ വാള് കൈക്കലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിന്റെ നേരെ ചേർത്ത് വെച്ചു. നബി തങ്ങൾ ചാടി എഴുന്നേറ്റപ്പോൾ തന്റെ വാൾ ഒരു ശത്രു കയ്യിലാക്കിയിട്ട് തന്റെ കഴുത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. അയാൾ ചോദിച്ചു, മൻ യംനഉക മിന്നീ യാ മുഹമ്മദ്, മൻ യംനഉക മിന്നീ, ഓ മുഹമ്മദേ, നിന്നെ എന്നിൽ നിന്ന് ആരാണ് രക്ഷിക്കുക? ഞാൻ ഈ വാള് നിന്റെ കഴുത്തിലേക്ക് ഇറക്കാൻ പോവുകയാണ്. ആരാണ് മുഹമ്മദേ നിന്നെ രക്ഷിക്കാനുള്ളത്? ആരാണ് മുഹമ്മദേ അതിൽ നിന്ന് നിന്നെ തടുക്കാനുള്ളത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്നതാ പുറത്തു വരുന്നു, അല്ലാഹ് 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 എന്ന ജലാലത്തിന്റെ ഇസ്മ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്ന് പുറത്തു വരേണ്ട താമസം ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണു പോവുകയാണ്. അതാണ് അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ പവർ. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ശരിക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അല്ലാഹ് എന്ന ആ പദത്തിന്റെ മുന്നിൽ ഏതൊരു ശത്രുവിനും നിൽക്കാൻ പറ്റൂല. ഏതൊരു ശത്രുവിനും നമ്മുടെ മുന്നിൽ നിൽക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാളെടുത്ത് ശത്രുവിന്റെ കഴുത്തിൽ വെച്ചിട്ട് വെച്ചു, ഇനി ആര് നിന്നെ രക്ഷിക്കും? മൻ യംനഉക മിന്നീ, ആര് തടുക്കുവടോ, ആര് രക്ഷിക്കും നിന്നെ എന്നിൽ നിന്ന്? അയാൾ പറഞ്ഞു, മുഹമ്മദേ, വാള് പിടിച്ചവരിൽ ഏറ്റവും നല്ലവൻ നീ ആകണം കേട്ടോ. പറയാനൊരു വസ്തുവില്ല, പറയാനൊരു രക്ഷകനില്ല. അതേസമയത്ത് ജലാലത്തിന്റെ ഇസ്മ കൃത്യമായി മനസ്സിലാക്കിയവൻ അല്ലാഹ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് നല്ലതായ നാമങ്ങളുണ്ട്, ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. അപ്പൊ പറയാൻ ഏറ്റവും നല്ല ഇസ്മുൽ അഅ്ളം അല്ലാഹ്. അല്ലാഹ് ഇത് കൃത്യമായി ഉൾക്കൊണ്ട് ഏത് സന്ദർഭത്തിലും അല്ലാഹ് എന്ന ഈ ശക്തിയെ അഥവാ പ്രപഞ്ചത്തിന്റെ നാഥനെ, എല്ലാത്തിനും സൃഷ്ടി നടത്തിയ അള്ളാഹുവിനെ, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനെ, ആ അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിനെ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അള്ളാന്റെ അർത്ഥം? സാക്ഷാൽ ആരാധന. ഇത് മറന്നുപോരുത് നീ. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ അർത്ഥം എന്താ? സാക്ഷാൽ ആരാധന അഥവാ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ. വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ അള്ളാഹുവിന്റെ പ്രത്യേകതയും അള്ളാഹുവിന്റെ പ്രവർത്തനവും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് ഇനി നമ്മൾ ഓരോന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഇനി അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലെ റബ്ബ്, റഹ്മാൻ, റഹീം, അൽ ഹയ്യുൽ, അൽ ഖയ്യൂം, അതുപോലെ തന്നെ
അൽ ജബ്ബാർ, മുതകബ്ബിർ, മുഅ്മിൻ, മുഹൈമിൻ, അസീസ് എന്ന് തുടങ്ങുന്ന ധാരാളം വിശേഷണങ്ങൾ ഓരോന്നിനെയും വേർതിരിച്ച് മനസ്സിലാക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയാനും ഏത് സന്ദർഭവും അവന്റെ മുന്നിൽ സമർപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, ഇന്ന് സ്വതക്കയുടെ ഒരു അവസരം നഷ്ടപ്പെടുകയാണല്ലോ. ആരും ഇല്ല നമുക്ക്, പിന്നെ ആർക്കെങ്കിലും സ്വതക്ക കൊടുക്കാനായിട്ടാണെങ്കിൽ പറയാൻ ആരുമില്ല. ഏതായാലും നിങ്ങള് വെറുതെ പോകരുത്. പോകുമ്പോൾ അവിടെ കയ്യിലുള്ളത് എന്തെങ്കിലും അവിടെ ഒരു ബക്കറ്റിൽ നിക്ഷേപിച്ചിട്ടേ പോകാവൂ. കാരണം നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ, കയ്യിൽ കിട്ടുന്ന ഒരു സദക്ക, എല്ലാ ദിവസവും സദക്ക ഇത് അത്രയും കൂലി കിട്ടുമല്ലോ. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ നിലനിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير خلقه نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.